തിരുവനന്തപുരം കാര്യവട്ടം പുല്ലാന്നിവിളയിൽ നിന്ന് ഗാന്ധിപുരം പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലോട്ട് മാറി ഇതേ കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. 4.8 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. പ്രോപ്പർട്ടിയുടെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് 15 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നമുക്ക് ഈ ലൊക്കേഷനിൽ ഇപ്പോൾ സാധാരണഗതിയിൽ പ്രോപ്പർട്ടീസിന് ചോദിക്കുന്ന വില, നമുക്ക് ഇതുപോലുള്ള റോഡും കരയിലൊക്കെ ചോദിക്കുന്ന വില സെന്റിന് 12.5-13 ലക്ഷം രൂപയാണ്. നമുക്കിതാ ഇവിടെയൊക്കെയുള്ള ഈ ഒരു ലെവലിലുള്ള പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില. ഇപ്പം നമുക്ക് ശരിക്കും ഒരു വീട് നിർമ്മിക്കുന്നതിൻ്റെ കോസ്റ്റ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗൾഫ് വാർ കൂടെ തുടങ്ങിയപ്പോൾ വീട് നിർമ്മിക്കുന്നതിൻ്റെ കോസ്റ്റ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇന്ന് ഇതുപോലൊരു വീട് നമ്മൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയുന്ന വിലയേക്കാളും എങ്ങനെയായാലും ഒരു 15-20% വില മാറുന്നുണ്ടാവും. പക്ഷേ ഇത് ഗൾഫ് വാറിനൊക്കെ മുന്നേ ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ. ഇതിൻ്റെ പുറത്തിന് ഒരു കോട്ട് പെയിൻറ്റ് കൂടെ അടിക്കാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വീട് വന്ന് കൺഫേം ആക്കി അതിന് ശേഷമായിരിക്കും അവർ ആ ഒരു പെയിൻറ്റിങ് കൂടെ ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് പുല്ലാന്നിവിളയിൽ നിന്ന് ഗാന്ധിപുരം റൂട്ടിലേക്ക് കറക്റ്റായിട്ട് 1 കിലോമീറ്റർ വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിത് ഇവിടെ ഒരു കോർണർ സ്റ്റോൺ അസോസിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ കാണാം. അത് ഇങ്ങനെ ടോട്ടലായിട്ട് ഇതിനകത്ത് 6 പ്ലോട്ടുകളാണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്കാണ്. നമുക്ക് അകത്തേക്ക് 4 മീറ്റർ വിഡ്ത്തിന് വഴി ഫോം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കയറുമ്പം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് 4.8 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്കിതാ ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈഡിൽ നോക്കി നല്ലതുപോലെ തന്നെ സ്ഥലമുണ്ട്. അത് ഒന്നേലും വണ്ടി പാർക്കിങ്ങിന് ഉപയോഗിക്കാം. ഇനി അതല്ല ഗാർഡൻ ചെയ്യണോ അല്ലെങ്കിൽ മരങ്ങൾ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കണോ ആ രീതിയിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതിപ്പം നിലവിൽ മണ്ണായിട്ട് തന്നെ കീപ്പ് ചെയ്തേക്കുവാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാ ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗാർഡൻ വർക്കൊക്കെ ചെയ്യാനുള്ള സ്ഥലം മുൻവശത്ത് തന്നെ കാണുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിത് 8 ഇഞ്ചിൻ്റെ സോളിഡ് ബ്ലോക്കാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മുൻവശത്തുള്ള കട്ടള വാതിൽ എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ്. മുൻവശമൊന്നല്ല, അകത്തായാലും എല്ലാ വാതിലുകളുടെ പണിയും തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു L ഷേപ്പിലുള്ളൊരു സോഫ അറേഞ്ച് ചെയ്ത് ഇവിടെ ഡൈനിങ്ങും ആയി കഴിഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്നും അവിടെ നിന്നും നമുക്ക് TV-യിലേക്ക് വിസിബിലിറ്റി കിട്ടും. സീലിങ്ങിലൊക്കെ ഈ കാണുന്ന പോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ വരുന്നത് ഈ രീതിയിലൊരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ്. നമുക്കിത് ഇങ്ങനെ ഒരു കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഫുള്ളായിട്ട് മോഡുലർ കിച്ചൻ്റെ വർക്ക് ചെയ്ത് ഇതുപോലെ ചിമ്മിനിയും ഹോബും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിനൊക്കെ ഒത്തിരിയധികം ഫങ്ഷൻസ് ഉള്ള വാഷ് ബേസിനാണ് വെച്ചിട്ടുള്ളത്. മേളിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. പിൻവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം സ്ഥലം കിട്ടുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നമുക്ക് ടോട്ടലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 4 ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂം ഉണ്ട്. എല്ലാ റൂമുകളിലും നമുക്കിത് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ MDF അല്ല, അതായത് നമ്മുടെ മൾട്ടിവുഡിനെക്കാട്ടും വില കൂടുതലുള്ള ഷീറ്റിനാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെ വെച്ചാൽ MDF ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1600-1900 ആ റേഞ്ചിൽ ഒരു ഷീറ്റിന് വില വരും. ഇതൊരു ഷീറ്റിന് ഏകദേശം 4100 രൂപ വില വരും കേട്ടോ. അതിൻ്റെ പുറത്ത് നമുക്കിത് ഇതുപോലെ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ സെറ അതുപോലെ തന്നെ ജോൺസൺ തുടങ്ങിയ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ പൈപ്പ് ഫിറ്റിംഗ്സും കമോഡും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഉള്ളിൽ വരുന്ന, അതായത് ഇന്റേണലിൽ വരുന്ന ഡോർസ് എല്ലാം തന്നെ ഇതുപോലെ തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ആണ് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ് എല്ലാ ബാത്റൂമുകളിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലാണ് ഇൻവെർട്ടറിനുള്ള പ്രൊവിഷനും വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിത് ഈ ഒരു സ്റ്റെയർസിൽ ഗ്രാനൈറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അതും ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് ആണ്. നമുക്കിങ്ങനെ തെന്നി വീഴുകയോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഇവിടെ ആയിട്ട് നല്ല വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റെയർസ് കണ്ടിന്യൂസ് ആയിട്ട് നേരെ നമ്മുടെ 2nd ഫ്ലോർ വരേക്കും, അതായത് ടെറസ് വരേക്കും പോകുന്നുണ്ട്. അവിടെ ഒരു ടവർ റൂം കെട്ടി നിർത്തി ആ രീതിയിലാണ് നിലനിർത്തിയിട്ടുള്ളത്. ഇനി അതിന് മേളിലേക്ക് നിങ്ങൾക്ക് റൂമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. 1st ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിത് ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്. താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിൽ തന്നെ 2 ബെഡ്റൂംസ്. രണ്ടും സെയിം ലേഔട്ടാണ്. സെയിം ആയിട്ടുള്ള രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സും എല്ലാം തന്നെ സെയിം ആണ്.
ഇത് അതേ രീതിയിൽ തന്നെ അടുത്തൊരു ബെഡ്റൂം കാണാം. അതായത് നമ്മൾ താഴെ കണ്ട സെയിം ലേഔട്ടാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സെയിം ആണ് കേട്ടോ. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള കമോഡും അതെല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി ആണ്. ഇതുപോലെ വാതിൽ പ്രൊവൈഡ് ചെയ്ത്, വാതിലെല്ലാം തന്നെ തേക്കാണ്. അതിങ്ങനെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഒരു മെറ്റലിലുള്ള ഒരു ഡോർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വേണമെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് താഴെ വെക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിലും കൊണ്ടുവന്ന് കീപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഓപ്പൺ ടെറസാണ് വരുന്നത്. മുൻവശത്തേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബാൽക്കണി ഏരിയയും ഇങ്ങനെ ഒരു സ്പേസ് കൂടെ, കാർ പോർച്ചിൻ്റെ മേളിലേക്കുള്ള സ്പേസ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും പുതിയ വീടിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ. കാര്യവട്ടം സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെത്താം. ഇനി അതുപോലെ ഇവിടെ നിന്ന് ശ്രീകാര്യം കയറാനാണെങ്കിൽ ഏകദേശം 2.5 കിലോമീറ്ററിൽ ശ്രീകാര്യം കയറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജോ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉള്ളിലോട്ടൊന്നും കയറിപ്പോണ്ട, നമുക്ക് മെയിൻ റോഡ് അരികത്ത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി. എങ്ങനെ വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് ഒരു പ്ലോട്ട് മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നമുക്കിവിടെ നിന്ന് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആക്സസ് ആണ്. അങ്ങനെ വെച്ചാൽ നമുക്കിവിടെ നിന്ന് ബൈപ്പാസ് സൈഡിലേക്കാണെങ്കിലും ഇനി അതല്ല സിറ്റിക്കകത്തേക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. എങ്ങനെ വെച്ചാൽ ഇവിടുത്തെ സ്ഥലവില വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു വിലയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എങ്ങനെ വെച്ചാൽ ഇന്നത്തെ വീടിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഒരു നിർമ്മാണത്തിൻ്റെ കോസ്റ്റ് നല്ല രീതിയിൽ ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും വീടിൻ്റെയൊക്കെ വർക്ക് 2,300 ചെയ്തുകൊണ്ടിരുന്ന റേറ്റൊക്കെ 2,500 2,600 ആക്കിയാണ് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കോസ്റ്റ് ഹൈക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലൊക്കെ ഉള്ളൊരു അവസരം മിസ്സാക്കാണ്ടിരിക്കുക. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.